ഖുർആൻ ക്വിസ് സൂറ അൽ-ദാരിയാത്ത് ഭാഗം 18. പ്രവാചകന്മാരെയെല്ലാം ശത്രുജനങ്ങൾ വിളിച്ചിരുന്ന ഏതെല്ലാം പേരുകളെയാണ് 52-ാമത്തെ ആയത്തിൽ പറയുന്നത്? സാഹിർ, മജ്നൂൻ, ജാലവിദ്യക്കാരൻ, ഭ്രാന്തൻ. അതിനാൽ നിന്നെ അവർ കളവാക്കുന്നുവെങ്കിൽ നിനക്ക് മുമ്പും നിരവധി ദൈവദൂതന്മാരെ അവർ കളവാക്കിയിട്ടുണ്ട്. അവരൊക്കെയും വ്യക്തമായ തെളിവുകളും ഏടുകളും പ്രകാശം പരത്തുന്ന വേദപുസ്തകവുമായി വന്നവരായിരുന്നു. ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത്? സൂറ ആലു ഇമ്രാൻ 184. അത്തവാസൗ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അവർ പരസ്പരം ഔസ്യത്ത് ചെയ്തിരിക്കുകയാണോ? ത്വാഗൂൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അതിക്രമികൾ, അതിര് കവിഞ്ഞവർ. അവർ പരസ്പരം ഔസിയത്ത് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന വാക്കുകൾ ഒരുപോലെയാകാൻ അവർ പരസ്പരം ഔസിയത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഖുർആനിൻ്റെ ചോദ്യം. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യ സ്വഭാവങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമെന്ത്? നന്മ തിന്മകൾ, സന്മാർഗ ദുർമാർഗങ്ങൾ, ന്യായ അന്യായങ്ങൾ തുടങ്ങിയ കർമ്മങ്ങൾക്ക് മനുഷ്യ മനസ്സിലുള്ള നൈസർഗിക ചോദന എല്ലാ കാലത്തും ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാണ് പ്രകടമാകുന്നത്. എല്ലാ കാലത്തെയും അതിര് കടക്കലിന് കാരണമായ വിശേഷണത്തിന് ഖുർആൻ ഉപയോഗിച്ച പദമേത്? ത്വാഗൂൻ. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? സംശയമില്ല, മനുഷ്യൻ അതിക്രമകാരിയായിരിക്കുന്നു, തനിക്ക് താൻ പോന്നവനായി കണ്ടതിനാൽ. സൂറ അലഖ്. അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫക്സറൂ ഫീഹൽ ഫസാദ്. ആയത്തിൻ്റെ അർത്ഥമെന്ത്? അവരോ ആ നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായിരുന്നു, അവരവിടെ കുഴപ്പം പെരുപ്പിച്ചു. സൂറ ഫജ്ർ. ബിമലൂം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ആക്ഷേപാർഹൻ. ഒരു പ്രബോധകന് സൂറ അൽ-ദാരിയാത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ എന്ത്? ഒരു പ്രബോധകൻ അയാൾ ബുദ്ധിപരമായ തെളിവുകളിലൂടെ പ്രബോധിതൻ്റെ മുമ്പിൽ തൻ്റെ സന്ദേശം വ്യക്തമായി അവതരിപ്പിക്കുന്നു. സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രാമാണികമായി മറുപടി കൊടുക്കുന്നു. അതുമൂലം സത്യം സ്പഷ്ടമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന തൻ്റെ ഉത്തരവാദിത്വം അയാൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നു. എന്നിട്ടും പ്രബോധിതൻ തൻ്റെ വിശ്വാസങ്ങളിലും മുൻവിധികളിലും തന്നെ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് പ്രബോധകനിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അതിൻ്റെ ഗുണം അവനു തന്നെയാണ്. ആർ വഴികേടിലാകുന്നുവോ അതിൻ്റെ ദോഷവും അവനു തന്നെ. ആരും മറ്റൊരുത്തൻ്റെ ഭാരം ചുമക്കുകയില്ല. ദൂതനെ നിയോഗിക്കും വരെ നാം ആരെയും ശിക്ഷിക്കുകയുമില്ല. ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത്? സൂറ ഇസ്രാ 15-ാമത്തെ ആയത്ത്. പ്രബോധകനോടുള്ള ഖുർആനിൻ്റെ കൽപ്പനയെന്ത്?
എല്ലാ ജനങ്ങളിലേക്കും സത്യസന്ദേശം എത്തിച്ചു കൊണ്ടിരിക്കുക. ആർക്കാണ് ഉത്ബോധനം ഉപകാരപ്പെടുക എന്നാണ് ഖുർആൻ പറയുന്നത്? വിശ്വാസികൾക്ക്. തംഫാഹു എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉപകരിക്കുക.